ഹായ്, ടെക് ആൻഡ് അഗ്രി ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാൾ പുല്ലടിക്കുക, ഒരാൾ പൂട്ടുക. എത്ര എളുപ്പം കവുങ്ങും തോട്ടം തെങ്ങും തോട്ടം എല്ലാം പൂട്ടി നല്ല രീതിയിൽ കൃഷിക്ക് നല്ല മുന്നേറ്റം ഉണ്ടാകാൻ ഇത് സാധിക്കും. ഞാനൊരു അനുഭവസ്ഥനം കൂടിയാണ്. പുല്ലുവെട്ട് മെഷീനും കൊണ്ട് നടക്കുന്നതിൻ്റെ സമയത്ത് ആ സീസൺ കഴിയുന്നതോടുകൂടി നമുക്ക് അത്തരം സൈറ്റുകളിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ജോലിയുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഞാൻ ആ പറഞ്ഞ ജോലി എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിലുള്ള ഒരു ഗാർഡൻ ടില്ലറിനെ കുറിച്ച് പറയാം. 4 ബ്ലേഡോട് കൂടിയ 3 സെറ്റുള്ള 6 ബ്ലേഡ് സെറ്റാണ് ഈ മെഷീനിലുള്ളത്, 2 സൈഡിലായിട്ട്. ഇതിൽ എഞ്ചിൻ നമ്പർ വരുന്നത് GX160 ആണ്. കുറിച്ചും അതിൻ്റെ ചെറിയൊരു രൂപരേഖ മാത്രമാണ് ഇനി പറയാനുള്ളതാണ്. ഇത് വാങ്ങുന്ന ആൾക്ക് എന്തുപകാരം എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ ഹോണ്ട മെഷീൻ വാങ്ങിയിട്ട് ഹോണ്ട കമ്പനിക്ക് വെച്ചുണ്ടാക്കുന്ന ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ഒരു മെഷീൻ വാങ്ങുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് അറിയണമല്ലോ എന്നുള്ള ഒരു ധാരണ കിട്ടാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. പക്ഷേ ഇങ്ങനെ ഒരു മെഷീൻ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. 10 സെൻറ്റ് സ്ഥലം 4 പേര് ഒരു ദിവസം നിന്ന് കളക്കേണ്ടി വരും. അങ്ങനെ ചിലവ് കണക്കിന് കൂട്ടിയാൽ 800 രൂപ വെച്ച് കണക്ക് കൂട്ടിയാൽ, അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടിയാലും 3200 രൂപ പണിക്കൂലിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഭൂമിയുള്ള ആളുകൾക്കും ഭൂമി ഇല്ലാത്ത ഒരാൾ ജോലിക്ക് പോകുമ്പോഴുള്ള ഒരു മാറ്റമാണെന്ന് ഞാൻ പറയുന്നത്. ഭൂമിയുള്ള ആളുകൾക്ക് കളക്കാൻ പണിക്കാരെ കിട്ടാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗാർഡൻ ടില്ലർ ഉപയോഗിക്കാം. അതുള്ള ആളുകളെ വിളിച്ചിട്ട്, അതായത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറിന് 400 രൂപ വെച്ച് നമുക്ക് കൂലിയായിട്ട് വാങ്ങാം. 10 സെൻറ്റ് കളച്ച് എടുക്കുന്നതിന് വേണ്ടി 3 മണിക്കൂർ വരും. 3 മണിക്കൂറിന് 400 രൂപ വെച്ച് വാങ്ങിയാൽ ആകെ നമ്മുടെ നമുക്ക് കിട്ടുന്നത് 1200 രൂപ. അതിൽ എണ്ണച്ചെലവായിട്ട് 300 രൂപ. ഇപ്പോഴത്തെ എണ്ണ വില നോക്കിയാൽ 300 രൂപ അങ്ങനെയും പോവും. എന്നാലും 3 മണിക്കൂർ കൊണ്ട് നമ്മുടെ കയ്യിൽ വരുന്ന സംഖ്യ 900 രൂപയാണ്. കൂടുതൽ ഏരിയ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 6-7 മണിക്കൂർ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നിഷ്പ്രയാസം വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം മെഷീൻ കൊണ്ടുള്ള ഉപകാരം. അതായത് ഒരു ചെറിയ തോതിൽ പുല്ല് വെട്ടിയതിന് ശേഷം ഇതുപോലെ കളച്ചിളക്കാൻ വേണ്ടിയിട്ട് ചീരയും പയറും മറ്റും നടുന്നതിലേക്ക് പച്ചക്കറി നടുന്ന ആളുകൾക്ക് ഈ ഒരു മെഷീൻ വളരെ ഉപകാരപ്രദമാണ് എന്നുള്ള ഒരു കാര്യമാണ് കൂടുതലായിട്ട് പറയാനുള്ളത്. ഓരോ സീസണിലും വേനൽക്കാലത്ത് പച്ചക്കറി നടുന്നതിന് വേണ്ടിയിട്ട് കൂടുതലും ചീരകൃഷി ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെഷീൻ വളരെയേറെ ഉപകാരപ്രദമാണ്. കൃഷി ചെയ്യുന്ന ആളുകൾ പണിക്കാരെ കിട്ടാതെയും കൂലിക്ക് ആളെ കിട്ടാതെയും കൂലിച്ചെലവ് കൂടുതലും എന്നുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മെഷീൻ ഏറ്റവും കൂടുതൽ അനുയോജ്യമാണ്. ഞാൻ ഈ മെഷീനെ കുറിച്ച് പറഞ്ഞു വരുന്നത്, നമ്മൾ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഒരു സംഘം ചേർന്നോ 7 പേരുള്ളൊരു ക്ലസ്റ്റർ രൂപീകരിച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള കാർഷിക ഉപകരണങ്ങൾ സബ്സിഡി ആയിട്ട് 40 മുതൽ 80% വരെ സബ്സിഡി രൂപത്തിൽ ഇപ്പോൾ സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. തൊഴിൽ രഹിതരായിട്ടുള്ള എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഇത്. പുല്ലുവെട്ട് മെഷീൻ കൊണ്ട് പോകുന്ന എല്ലാ ഭാഗങ്ങളിലും ഈ ഒരു ഓർഡർ കൂടി പിടിച്ചാൽ ആ വർക്ക് കഴിയുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു വർക്ക് കൂടി ഏറ്റെടുക്കാം. ഇത് ഗാർഡൻ ടില്ലറായിട്ടും പവർ ടില്ലറായിട്ടും ഇങ്ങനെ 2-3 വിധത്തിലുള്ള മെഷീനറീസ് നമുക്ക് ഇന്ന് കേരളത്തിൽ സബ്സിഡിയോടുകൂടി സർക്കാർ നൽകി വരുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഈ മെഷീൻ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 6 വർഷമായിട്ടുണ്ട്. നമ്മുടെ സീസണിലുള്ള കാടുവെട്ട് സീസൺ കഴിഞ്ഞാൽ പിന്നെ നല്ല ഒരു പച്ചക്കറി സീസൺ തന്നെയാണ് പിന്നീട് വരുന്നത്. വേനൽക്കാല കൃഷി തുടങ്ങുന്ന സമയത്ത് ഇതുപോലുള്ള മെഷീൻ കയ്യിലുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പാട്ടത്തിനെടുത്തും അതുപോലെ തന്നെ ഭൂമിയുള്ള ആളുകൾക്ക് ജോലി ചെയ്തു കൊടുത്തും നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു വരുമാന മാർഗം കൂടിയാണ്. ഇതിനെക്കുറിച്ച് ഇനി കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും ഇതിന് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഫോൺ നമ്പർ വെക്കാം. ഇത് സബ്സിഡി രൂപത്തിൽ എങ്ങനെ വാങ്ങണമെന്നും ഇത് എങ്ങനെയാണ് ജോലി നമുക്ക് സ്വന്തമാക്കേണ്ടതെന്നതിനെ കുറിച്ചും ഒരു ഐഡിയ ഏതാണ്ട് നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരം മെഷീൻ വാങ്ങിയ ചുരുക്കം ചില ആളുകളുടെ പരാതിയാണ് ഇപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് മാത്രം ഇത് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് കാണിച്ചു തരുന്നത്. ചില ആളുകൾ പറയാറുണ്ട് ഇത് കൂടുതൽ പ്രയാസമാണ്, ഞങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്ന്. ചെറിയൊരു വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ മെഷീനിലുള്ള മറ്റൊരു ഭാഗം ഞാൻ പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഇതിലൊരു റിവേഴ്സും ഉണ്ട്. തെങ്ങുംതടം നിരക്കുന്ന സമയത്ത് ഏതെങ്കിലും കാരണത്താൽ അതിന് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നാൽ ആ പെഡലിലാണ്
നമ്മൾ പിടിക്കേണ്ടത് റിവേഴ്സ് ഗിയറായിട്ട് ആ ഭാഗത്തിന് ഉപയോഗിക്കുക. വർക്ക് കഴിഞ്ഞാൽ ഉടൻ തന്നെ എല്ലാ ബ്ലേഡുകളും മെഷീൻ്റെ മറ്റ് ഭാഗത്തും മണ്ണോ ചെളിയോ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കഴുകി വൃത്തിയാക്കൽ കൂടി ഇത് കൂടുതൽ കാലം തുരുമ്പിക്കാതെ ഈട് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ വൃത്തിയാക്കുന്നൊരു പണി കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇതെൻ്റെ സുഹൃത്ത് നാട്ടുകാരനായിട്ടുള്ള സജിച്ചായനാണ്. സജിച്ചായന് ഒരുപാട് സ്ഥലം ഭൂമിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ടില്ലർ വെച്ച് കളക്കാൻ വേണ്ടിയിട്ട് സജിച്ചായൻ സാധാരണയായിട്ട് എല്ലാ വർഷവും എന്നെ വിളിക്കണത്. ചീരകൃഷിയാണെങ്കിലും കൃഷിയൊക്കെ ആണെങ്കിലും സജിച്ചായൻ എന്നെ വിളിക്കണേ. അപ്പോൾ സജിച്ചായനോട് തന്നെ ഒരു അഭിപ്രായം ചോദിച്ചേക്കാം. ഒരു 10 സെൻറ്റിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം. സജിച്ചായ, 10 സെൻറ്റ് നേരത്തെയൊക്കെ ആളെ വെച്ചിട്ടായിരുന്നു കളപ്പിച്ചിരുന്നത്. ഇപ്പോൾ ആളെ വെച്ച് കളപ്പിക്കുന്നതാണോ ഈ ടില്ലർ വെച്ച് കളപ്പിക്കുന്നതാണോ ലാഭം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് 10 സെൻറ്റ് നമ്മൾ സാധാരണ കണക്കണ ഒരു 4 പേര് ഇത് കിളച്ചാൽ മാത്രമേ ആകത്തുള്ളൂ. ആ സമയത്ത് ഒരു 2 മണിക്കൂർ കൊണ്ട് ഇത് പണി തീർത്തു പോകുമ്പോൾ പച്ചക്കറി ചെയ്യാനും മറ്റു കാര്യങ്ങളും വളരെ സൗകര്യപ്രദമാണ്. നിങ്ങൾ സാധാരണ എല്ലാ വർഷവും ചീരകൃഷി ചെയ്യുമ്പോൾ എന്നത്തിന് വിളിക്കേണ്ട കാരണം എന്താണ്? കാരണം വെച്ചാൽ എനിക്ക് പെട്ടെന്ന് കാര്യം നടക്കും. കാരണം വെച്ചാൽ മറ്റേത് കുറേ കൂലി ഉണ്ടാക്കണം. ഇത് കൂടുതൽ പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ചുരുക്കിയ സമയം കൊണ്ട് കാരണം പുല്ലെന്ന് അടിച്ച് കഴിഞ്ഞാൽ വേഗം ഉണ്ട് പണിക്ക്. പുല്ലടിച്ചില്ല എൻ്റെ ഇതിലൊക്കെ ചുറ്റും. പക്ഷേ പുല്ലടിച്ച് കഴിഞ്ഞാൽ പണിക്ക് യാതൊരു തടസ്സമില്ല. ഒറ്റ ഇതിൽ തന്നെ പണി തീർക്കും. ഒരു മണിക്കൂറിന് തന്നെ 10 സെൻറ്റ് പണി തീർക്കാൻ സാധിക്കും. ഈ ജോലി മറ്റുള്ള ജോലി രഹിതരായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ പുല്ലുവെട്ട് മെഷീൻ കൊണ്ട് ഒരു സീസണിൽ എല്ലാവരും നടക്കുന്നുണ്ട്. അപ്പോൾ പുല്ലുവെട്ടിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഈ ഒരു വർക്കുമായിട്ട് മുന്നോട്ട് പോകാൻ യുവാക്കൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇതെടുത്താൽ നിങ്ങളെപ്പോലുള്ള ഭൂമിയിലുള്ള ആളുകൾക്ക് അതൊരു മുതൽക്കൂട്ടാവൂലേ? അല്ല, ഇതിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം നമുക്ക് തെങ്ങിന് തടം എടുക്കാനാണ്. തെങ്ങിനെ സംബന്ധിച്ച് തടം കോരി വെക്കുന്നുള്ളൂ. തടം കളയ്ക്കാൻ ഏറ്റവും നല്ലതാണ്. കാരണം നമ്മളത് പുല്ലടിച്ചതിന് ശേഷം നമുക്ക് തടം എടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ ഇപ്പോഴത്തെ യുവാക്കളെ സംബന്ധിച്ച് പുല്ലടിക്കുന്ന 1-2 പേരുണ്ട്. എല്ലാവരും പുല്ലടിക്ക് പോകാതെ 1-2 പേര് ഈ മെഷീൻ മേടിക്കുകയാണ്. ഒരാൾ പുല്ലടിക്കുക, ഒരാൾ പൂട്ടുക. എത്ര എളുപ്പം കവുങ്ങും തോട്ടം തെങ്ങും തോട്ടം എല്ലാം പൂട്ടി നല്ല രീതിയിൽ കൃഷിക്ക് നല്ല മുന്നേറ്റം ഉണ്ടാകാൻ ഇത് സാധിക്കും. ഞാനൊരു അനുഭവസ്ഥനം കൂടിയാണ്. ഓക്കെ, താങ്ക്സ് സജിച്ചായ.